ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തെല്ലാമാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മൾ റാഹത്തായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോമ്പ് 23-ൻ്റെ വിശേഷം കുറച്ച് ഭാഗങ്ങളിൽ ഇൻക്ലൂഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു 4:15 ഞാൻ കിച്ചണിൽ പോയിട്ടുണ്ട് കേട്ടോ. കിച്ചണിൽ പോയപ്പാട് ഫസ്റ്റ് തന്നെ ഞാൻ ബീഫെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ട പപ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് മുട്ടയിലത് പൊങ്ങാൻ വേണ്ടി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ബീഫ് കറിയും ബീഫ് കട്ട്ലറ്റും പിന്നെ മുട്ട പപ്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സ്നാക്കിനുള്ള സവാളെല്ലാം അരിഞ്ഞെടുക്കലാണ്. കട്ട്ലറ്റിനുള്ളതും പിന്നെ മുട്ട പപ്സിനുള്ള സവാളയും തക്കാളിയെല്ലാം ഒന്നിച്ച് തന്നെ അരിഞ്ഞെടുക്കലാണ് കേട്ടോ. എന്നിട്ട് മസാല ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് കുറച്ച് മസാല എടുത്തിട്ട് മുട്ട പപ്സിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. ബാക്കിയുള്ളിലൊക്കെ ബീഫെല്ലാം ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിനുള്ള സവാളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞെടുക്കലാണ്. അങ്ങനെ പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും. അത് ചൂടാകുമ്പോഴത്തേക്ക് പിന്നെ ഈ ബീഫ് കറിക്കുള്ള സവാളയും തക്കാളി പച്ചമുളകും എല്ലാം അരിഞ്ഞെടുക്കലാണ് കേട്ടോ. പിന്നെ സ്നാക്കിനുള്ളതെല്ലാം അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് നോമ്പ് പിന്നെ 25 ആയല്ലോ കേട്ടോ. ഇത് 23-ൻ്റെ അന്നത്തേതാണ് കേട്ടോ. 24-ന് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടാണ്. അന്ന് പിന്നെ നമുക്ക് പള്ളിക്ക് നോമ്പുറപ്പിക്കുന്ന അപ്പളം കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തിരക്കിൽ കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ്. 24-ൻ്റെ വീഡിയോ നാളെ ഞാൻ അപ്ലോഡ് ആക്കും കേട്ടോ. അപ്പോൾ ഇന്ന് 25-ാം നോമ്പിൻ്റെ അന്നാണ് കേട്ടോ ഞാൻ വീഡിയോ പിന്നെ വോയിസ് ഇടുന്നതും അപ്ലോഡ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതും. അങ്ങനെ മസാല ആക്കാനുള്ള ഉള്ളിയെല്ലാം പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ബീഫിനുള്ളതാ പിന്നെ തക്കാളി പച്ചമുളക് പിന്നെ കറിവേപ്പിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുട്ട വന്നിട്ടുണ്ട്. അങ്ങനെ മുട്ട കുക്കറിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ആ കുക്കറിൽ തന്നെ പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാനിട്ട് കട്ട്ലറ്റിനുള്ള അതിനായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് വേവിച്ചെടുക്കലാണ് കേട്ടോ. ഉപ്പും മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടിട്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങും വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മസാല ആക്കാനുള്ള ഉള്ളിയെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സാക്കി കൊടുക്കലാണ്. അങ്ങനെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസിൽ നിന്ന് മാറ്റി അങ്ങനെ ഉരുളക്കിഴങ്ങ് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ കുക്കറിൽ തന്നെ ബീഫെല്ലാം വേവിച്ചെടുക്കലാണ് കേട്ടോ. അതിനായിട്ട് ബീഫെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ സമയം കൊണ്ട് തന്നെ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ബീഫിലേക്കുള്ള. അതിൻ്റെ ബീഫിലേക്ക് തക്കാളി പച്ചമുളക് പിന്നെ കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കലാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വറുത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കലാണ്. ഇത് ഞാൻ പിന്നെ ഒരു പീസ് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട്ലറ്റിനുള്ളതാണ് അത്. പിന്നെ ബീഫ് കറി വേകുമ്പം അതും വെന്തോളുമല്ലോ, അതിന് വേണ്ടി വലിയ പീസെല്ലാം ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെന്തിട്ടാണ് കേട്ടോ ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് ബീഫും വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിട്ടാ, അത് പാത്രമെല്ലാം കഴുകിയെടുക്കലാണ്.
മസാലക്കുള്ള മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായി പിന്നെ കുരുമുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി ജീരകപ്പൊടി എല്ലാം ചേർത്ത് കൊടുത്തിട്ടാണ് അങ്ങനെ അത് അവിടെ മസാല റെഡിയാകുന്ന സമയം കൊണ്ട് ഞാൻ മുട്ടല്ലതാ തോട് കളഞ്ഞെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നൂറ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നൂറ റിയൽ സ്കൂളിൽ നിന്ന് വന്നു. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പിന്നെ ഈ ബീഫ് ആവാനുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഇതാ ഈ പപ്സ് എല്ലാം റെഡിയാക്കി എടുക്കലാന്ന്. പപ്സ് കുറച്ച് മോഡലാക്കിയിട്ട് മുടങ്ങിയിട്ടെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സമൂസേൻ്റെ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തിന്നാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയെടുക്കലാന്ന്. ഇങ്ങനെ പായെല്ലാം മുടിയില്ല അതുപോലെ ഇങ്ങനെ മുടഞ്ഞെടുക്കലാന്ന്. എല്ലാം അതുപോലെ ആക്കിയെടുക്കലാന്ന് കേട്ടോ. കുറച്ച് മസാല ഇട്ട് കൊടുത്തു പിന്നെ ഒരു പീസ് മുട്ട ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചെടുത്തു. പിന്നെ ഇതങ്ങനെ മുടഞ്ഞെടുക്കലാന്ന് കേട്ടോ. ഇങ്ങനെ പായി ഓലെല്ലാം മുടയില്ല അതുപോലെ ഇങ്ങനെ മുടഞ്ഞെടുക്കലാന്ന്. ഈസിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് കഷ്ടം പോലെ തോന്നുന്നു, നല്ല ഈസിയാണ്. കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കി തരുമ്പോൾ. അങ്ങനെ ഇതാ മുട്ട പപ്സെല്ലാം റെഡിയാക്കി എടുത്തിട്ടോ. അതിനിതാ ബീഫ് കടലറ്റിനുള്ള ബീഫെല്ലാം പിന്നെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഇതാ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. അതിനത് ഉരുളക്കിഴങ്ങെല്ലാം അടച്ചിട്ട് ഇട്ട് കൊടുക്കലാണ്. അങ്ങനെ എണ്ണ തീർന്നിട്ടായിരുന്നു കേട്ടോ. അതാ എണ്ണയിൽ ബോട്ടിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങെല്ലാം അടച്ചെടുത്തു കേട്ടോ. കൈ കണ്ടന്നെ അടച്ചെടുത്തതാണ്. എന്നിട്ട് ബീഫും മസാലയെല്ലാം ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കലാണ്. എണ്ണ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് മുട്ട പപ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കലാണ്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ കട്ട്ലറ്റിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട പപ്സെല്ലാം ഫ്രൈ ആക്കി എടുത്തു. ഇതുപോലെ ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്, നല്ലുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കട്ട്ലറ്റെല്ലാം ഫ്രൈ ആക്കി എടുക്കലാന്ന്. അങ്ങനെ ഇതാ കട്ട്ലറ്റുമെല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞു കേട്ടോ. എന്താ ജ്യൂസെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാന്ന് കേട്ടോ. അങ്ങനെ ജ്യൂസെല്ലാം റെഡിയാക്കി എടുത്തു. ഇനി നല്ല ടേബിളിൽ കൊണ്ടുവെക്കലാന്ന്. ഫ്രൂട്ട്സ്, മുട്ട പപ്സ്, പിന്നെ കട്ട്ലറ്റ്, പിന്നെ ഇന്ന് ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ടായിട്ട് കേട്ടോ. കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടാ. പിന്നെ ഇന്ന് ഷെയ്ക്കൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. പിന്നെ ഷെയ്ക്ക് കുടിച്ചിട്ടാകുമ്പോൾ പിള്ളേർക്കൊന്നും പറ്റുന്നില്ല, കഫം വരുന്നത്, പിന്നെ ചുമയിൽ വരുന്നിട്ടാ. അപ്പം ബാങ്ക് കൊടുക്കാനായി, ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വീഡിയോ കാണാം. അപ്പോഴേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും. അങ്ങനെ ബാങ്കെല്ലാം കൊടുത്ത് നോമ്പെല്ലാം തുറന്നു.